ഈശ്വരോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 തിമോഥെയോസ് 6:11 വാക്യം. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ വീണ്ടെടുക്കുക. സ്തോത്രം. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ വചനമായ ദൈവത്തിൽ വീണ്ടും അയപ്പാൻ ദൈവം നൽകിയതിനായ സ്തോത്രം. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ തിരുവചനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വചനത്തിൽ ആഴത്തിൽ ഇറങ്ങുവാൻ, കർത്താവേ, മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം. യേശുനാമം തന്നെ. ആമേൻ. വീണ്ടും കർത്താവിൻ്റെ വചനത്തെ പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. ഏത് വിട്ടോടി? സ്തോത്രം. അപ്പോൾ നമുക്ക് 10-9 വാക്യങ്ങൾ കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. സ്തോത്രം. എന്താണ് അതിനകത്ത് പറയുന്നുണ്ട്? 10ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമല്ലോ. ചിലർ അതിലൊക്കെ അംശിച്ചിട്ട് വിശ്വാസം തിരിച്ച് ബഹുദുഃഖങ്ങൾക്കൊക്കെ കാരണഭൂതം ആയിത്തീരുന്നു. സ്തോത്രം. അപ്പോൾ ദിവ്യാഗ്രഹത്തിൽ പഠനത്തെക്കുറിച്ച്, ചിലർ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ദിവ്യാഗ്രഹം ഓർത്തിട്ട് അതിൽ സകലവിധ ദുഃഖത്തിനും കാരണമായിത്തീരുന്നു. അപ്പോൾ ഈ വിധ കാര്യങ്ങൾ മേലോട്ട് 7, 8, 9 വാക്യത്തിലൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ദുശാഠ്യം, പക, പിണക്കം, ഇതൊക്കെ ഇതെല്ലാം വിട്ടണം. അതാണ് പറയുന്നത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനുള്ളവേ അത് വിട്ടോടി എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മൾ ഏത് വിട്ടോടി എന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വചനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഒരു വചനം വായിക്കുമ്പോൾ അതിന് മേൽവശവും താഴ്വശവും നാം ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നടുക്കുള്ള വചനത്തിൻ്റെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ ദിവ്യാഗ്രഹവും സകലവിധത്തിൽ ദോഷം കാരണമാകുമ്പോൾ പക, വിദോഷം, കയ്പ്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നാം വിട്ടോടി. സ്തോത്രം. പിന്നെ പൗലോസ് അപ്പോസ്തലൻ പറയണ നീതി, ഈ ജഡത്തിൻ്റെതായ സ്വഭാവങ്ങൾ നാം വിട്ടോടി പൂർണ്ണമായും ആത്മാവിൻ്റെ ഫലങ്ങളായ ആത്മാവിൻ്റെ കാര്യങ്ങളിലേക്ക് പൗലോസ് നമ്മൾ തിരിക്കുക. സ്തോത്രം. പിന്നെ അതെല്ലാം ആ ദിവ്യാഗ്രഹമൊക്കെ നാം വിട്ടോടി നാം എന്തിനു വേണ്ടിയാണ് കാംക്ഷിക്കേണ്ടത്, നാം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കേണ്ടത്, നാം ഏതിനെയാണ് മുറുകെ പിടിക്കേണ്ടത് എന്ന് പറയുകയാണ്. സ്തോത്രം. അത് ഒന്നാമത് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ വീണ്ടെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവയെല്ലാം നാം ഹല്ലേലൂയ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനാണ് ദൈവത്തെ പൗലോസ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ ദൈവത്തിൻ്റെതായ പ്രവൃത്തി നമ്മൾ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നാം ഹല്ലേലൂയ ജഡത്തിൻ്റെതായ അശുദ്ധി അല്ലെ ജഡത്തിൻ്റെതായ ദിവ്യാഗ്രഹം ഹല്ലേലൂയ സകല വിധ ദോഷത്തിന് കാരണമെന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ആ വിധ കാര്യങ്ങളെയൊക്കെ നാം വിട്ടോടി. സ്തോത്രം. ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവസന്നിധി നാം നീതിയുള്ളവരും ഭക്തിയുള്ളവരും വിശ്വാസമുള്ളവരും ദൈവസ്നേഹമുള്ളവരും മറ്റുള്ളവർ നാം ക്ഷമിക്കുന്നവരും സൗമ്യതയുള്ളവരും ആയിത്തീരണമെന്നാണ് ദൈവത്തിൽ ആഗ്രഹിക്കുന്നത്. സ്വതം. അപ്പോൾ വീണ്ടും 12ാമത്തെ വാക്യത്തിലേക്ക് പറയുകയാണ്, വിശ്വാസത്തിന് നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വാസത്തോടെയും വീതിയോടെയും നിഷ്കളങ്കതയോടെയും സൗമ്യതയോടെയും സ്നേഹത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും നാം ജീവിക്കുമ്പോൾ സ്തോത്രം. അങ്ങനെ ആ ദൈവിക സ്വഭാവത്തിൽ നാം കർത്താവിന് വേണ്ടി നല്ല പോർ പൊരുതുക. സ്തോത്രം. നമ്മുടെ ഓട്ടം നിത്യതയിലേക്കാണ്. ഒരിക്കലും നമ്മൾ ഓട്ടക്കളത്തിൽ നാം പരാജിതരായി തീരുവാൻ ഇടയായിത്തീരരുത്. ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുണ്ട്, എന്നാൽ ബിരുദ പ്രാപിക്കുന്നവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നാം ഒരു പോർക്കളത്തിൽ നിൽക്കുകയാണ് ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നന്നായി ഓടുവാൻ ദൈവം നമ്മൾ സഹായിക്കട്ടെ. നമ്മൾ ട്രാക്ക് തെറ്റാതെ ഹല്ലേലൂയ നമ്മളെ ഓട്ടം ആ ഫിനിഷിംഗ് പോയിന്റിലെത്തുവാൻ പൗലോസ് പറയുന്നത് പറയുന്നത് നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ തേജസ്സിൽ ഓടിയ ഏവർക്കും തന്നെ.
സ്തോത്രം. അപ്പോൾ നന്നായി ഓടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അനീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയൊക്കെ നമ്മൾ ജീവിതത്തിൽ ഹല്ലേലൂയ പിന്തുടർന്നുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് ഹല്ലേലൂയ അനേകരെ നേടുവാൻ ഈ പോർക്കളത്തിൽ വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി ഏവരെയും ഹല്ലേലൂയ ഒരുക്കട്ടെ, അതിനായി നമ്മെ തന്നെ സദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.